ലുക്ക് മാക്സിങ് പാർട്ട് 2 ഫേസ് മാക്സിങ്. എങ്ങനെ നമ്മുടെ അസിമെട്രിക് ആയിട്ടുള്ളൊരു ഫേഷ്യൽ ഷേപ്പ് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. മനുഷ്യരിൽ 99% ആളുകൾക്കും അസിമെട്രിക് ആയിട്ടുള്ളൊരു ഫേസ് ആണ്. സെലിബ്രിറ്റീസിനെ നോക്കിയാലും അവരുടെ മുഖം സിമെട്രിക് ആയാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. സോ നമ്മുടെ എല്ലാവരുടെയും ഫേസിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ടാവും. പക്ഷെ നമ്മുടെ ചില ഹാബിറ്റ്സ് നമ്മുടെ ഫേസ് ഷേപ്പിനെ ബാധിക്കുന്നു. ഇത് പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ ഫേസിനെ എങ്ങനെ മാക്സിം ചെയ്യാമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ എല്ലാം ഫേസ് അസിമെട്രിക് ആണ് എന്നതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് മിറർ ഇമേജ് ആൻഡ് റിയൽ ഇമേജ്. നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെ കണ്ടിട്ടുള്ളത് കണ്ണാടിയിലൂടെയാവും. എന്നാൽ നമ്മൾ ഫോട്ടോയിൽ നമ്മുടെ റിയൽ ഇമേജ് കാണുമ്പോൾ എന്തോ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ മാത്രമല്ല, വേൾഡിലെ 99% ആളുകളുടെയും പ്രശ്നമാണ്. എങ്ങനെ നമ്മുടെ ഹാബിറ്റ്സിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് സ്ലീപ്പിംഗ് പോസ്ചർ. നിങ്ങൾ സ്ഥിരം ഒരു സൈഡ് വെച്ച് മാത്രം കിടന്നാൽ ആ സൈഡിലെ ജോ നന്നായിട്ട് വികസിച്ചിട്ടുണ്ടാവും, ഓപ്പോസിറ്റ് സൈഡ് ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. ഇതിന് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് സ്ലീപ്പ് ഓൺ യുവർ ബാക്ക്. ആദ്യമൊക്കെ ഇങ്ങനെ കിടക്കാൻ കുറച്ച് പാടായിരിക്കും, പിന്നെ അത് ശീലമായിക്കോളും. ഇതിനൊരു ട്രിക്ക് പറയാം. നിങ്ങളുടെ രണ്ട് സൈഡിലുമായി പില്ലോ അറേഞ്ച് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ കിടക്കുക. ഇത് നിങ്ങൾ പോലും അറിയാതെ സ്ലീപ്പിങ്ങിൽ സൈഡിലേക്ക് ചെരിയുന്നതിൽ നിന്ന് നിങ്ങളെ പ്രിവെൻറ്റ് ചെയ്യും. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു സൈഡ് മാത്രം ഉപയോഗിച്ചാണ് ച്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ആ ശീലം മാറ്റിയിട്ട് മറ്റേ സൈഡിലേക്ക് ആക്കുക. എസ്പെഷ്യലി ചെറുപ്പക്കാരായിട്ടുള്ളവർ. ഇപ്പോൾ നിങ്ങളുടെ ജോയും നിങ്ങളുടെ ഫേസും ഒക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഈ ടൈമിൽ നിങ്ങൾ പുതിയ ശീലങ്ങളൊക്കെ കൊണ്ടുവന്നാൽ നിങ്ങൾ വലുതാവുന്ന ടൈമിൽ നല്ലൊരു ഫേഷ്യൽ സ്ട്രക്ചറും നല്ല ജോ ബോൺസും ചീക്ക് ബോൺസും ഒക്കെ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. മൂന്നാമതായിട്ട് ഫേസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൗത്ത് ബ്രീത്തിങ്. നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പിനെ മൊത്തത്തിൽ ഈ ഒരു മൗത്ത് ബ്രീത്തിങ് അഫക്റ്റ് ചെയ്യും. നമ്മൾ ശ്വസിക്കേണ്ടത് മൂക്കിലൂടെ മാത്രമാണ്. ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ഫിക്സ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുക. നിങ്ങൾക്ക് സ്ലീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ടേപ്പ് വാങ്ങിക്കാൻ കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ഇത് വാങ്ങിച്ച് അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ടീത്ത്. പല്ലിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അതിനായി ടീത്ത് ബ്രേസസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഫേസിന് കൂടുതൽ സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഹൈഡ്രേഷൻ. ഡെയിലി 2 to 3 ലിറ്റേഴ്സ് വെള്ളം കുടിക്കുന്നത് വഴി ഫേസിന് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ ഫസ്റ്റ് ഇതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ബട്ട് നിങ്ങളെ തന്നെ പുഷ് ചെയ്യുക. ഈ കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റം കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ലുക്ക് മാക്സിങ്ങിൻ്റെ തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.